നടൻ ബാല പറയുന്നു, എന്നെയും ഭാര്യയെയും വിഷം വെച്ചു കൊല്ല്. നാവടക്കുന്നതിന് പരിധിയുണ്ട്. ഞാൻ പ്രസ് മീറ്റ് വിളിക്കും, എല്ലാം വെളിപ്പെടുത്തും. ബാല ഒതുങ്ങിക്കൂടി പോകുകയായിരുന്നു. എന്നാൽ താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസിക പീഡനങ്ങളെയും ദുരവസ്ഥകളെയും കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. നിയമത്തിന്റെ പേരിൽ കഴിഞ്ഞ 10 വർഷമായി ചിലർ തന്നെ നിരന്തരം ഉപദ്രവിക്കുകയാണെന്നും തന്റെ ഭാര്യയുടെ ജന്മദിനമായിട്ട് പോലും കേസും കോടതിയുമായി വേട്ടയാടൽ തുടരുകയാണെന്നും താരം വൈകാരികമായി പ്രതികരിച്ചു. കുടുംബത്തോടൊപ്പം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു താരത്തിന്റെ ഈ അപ്രതീക്ഷിത പ്രതികരണം. എല്ലാവർക്കും നമസ്കാരം. ഒന്ന് പറയണമെന്ന് തോന്നി, വേറെ മാർഗമില്ല. ഇപ്പോൾ അടുത്ത കാലത്തായി കുറച്ച് വീഡിയോസ് കണ്ടു. എന്റെ കാര്യം വേറെ വഴിയില്ല. 10 കൊല്ലമായി എന്നെ ഉപദ്രവിക്കുകയാണ്. 10 കൊല്ലമായി ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിയമത്തിന്റെ പേരിൽ ഇൻ നെയിം ഓഫ് ലോ ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അവൾക്ക് എന്തു വേണമെങ്കിലും പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ്. അതുകൊണ്ട് പറയാൻ പാടില്ല. എത്ര സങ്കടമുണ്ടായാലും മനസ്സിൽ വെക്കണം, ചിരിച്ചുകൊണ്ടേയിരിക്കണം. മീഡിയയെക്കുറിച്ച് ഒരു കാര്യം പറയണം. മീഡിയ നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല നല്ല കാര്യങ്ങൾ. ഇന്നും കൂടെ ഞാൻ ഒരു ന്യൂസ് കണ്ടു. ചില സത്യങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നു, ചില അസത്യങ്ങളും പറയും വ്യൂസിനു വേണ്ടി. പക്ഷെ മീഡിയയെ തന്നെ ചതിക്കുന്ന ഒരാളുണ്ട് കേരളത്തിൽ, അറിയാമോ? ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ട്. ഇതെല്ലാം പുറത്തു വന്നാൽ 10 കൊല്ലമായി ഇപ്പോൾ എനിക്ക് വിവാഹം കഴിഞ്ഞ് എന്റെ ഭാര്യയുടെ പിറന്നാളായിട്ട് കേസ്. എന്തു ചെയ്യാൻ? ഞാൻ എവിടെയാണ് ഉള്ളത്? ഇന്ന് രാവിലെ വൈക്കം ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കുടുംബമായിട്ട്, എന്റെ വൈഫ്, എന്റെ അമ്മായിയമ്മ, ഞങ്ങളുടെ അനിയത്തി, എന്റെ ചിറ്റപ്പൻ, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കോകിലയുടെ പിറന്നാൾ. ഈ വർഷത്തിൽ 27 വയസ്സ്. ഇവിടെ നിയമം ഉണ്ടോ? കേരളത്തിൽ മാത്രമല്ല, ഈ ലോകത്ത് നിയമമുണ്ടോ? ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ വലിയ പ്രസ് മീറ്റ് വെക്കും. എല്ലാമായ സത്യങ്ങളും തുറന്നു പറയും. ഇത് നടക്കും, എഴുതി വെച്ചോ. നടന്നിരിക്കും. എല്ലാ ചാനലുകാരെയും എല്ലാവരെയും വിളിക്കും. സത്യങ്ങൾ തുറന്നു പറയും. അപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. അല്ലെങ്കിൽ ഞങ്ങളെ 2 പേരെയും വിഷം വെച്ച് കൊന്നുകളയൂ എന്നും ബാല വികാരധീരനായി പറയുന്നുണ്ട്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.